അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാൻസിന് നിങ്ങളുടെ പ്രോഗ്രാം സീരിയലൊക്കെ കണ്ടിട്ട് പവിത്രം കണ്ടിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയോ അവർക്ക് പറയാനുള്ളത് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ഞാൻ പറയാം. ഈ കമന്റിലൊക്കെ എന്താണ് പറയാനുള്ളതെന്ന് പറയണം. വേദയെയും വിക്രമിനെയും ഈ സീരിയലിൽ നിന്ന് മാറ്റിയാൽ ഈ സീരിയൽ കാണുന്നത് ഞാൻ നിർത്തും. ഒരാളുടെ കമന്റ് ആണ്. അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കമന്റ്? ആ പിന്നെ ആണോ? പിന്നെ ആ ഒരു ഇഷ്യൂ വന്നപ്പോ ഞാൻ മാറുന്നു എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ വന്നപ്പോ മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട് പല സീരിയലുകളിലും അങ്ങനെ മാറ്റുമ്പോ അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം, കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ ടൈം എടുക്കുമായിരിക്കും. ഇപ്പൊ എന്താന്ന് വെച്ചാല് അങ്ങനെ ഒരു ഓൾറെഡി ഒരു ഇഷ്യൂ ആയതുകൊണ്ട് എല്ലാരും ഇങ്ങനെ പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇഷ്ടപ്പെടുമ്പോ അവര് മാറും പക്ക. അത് അങ്ങനെ ആയിപ്പോയി അവരുടെ ഇതില്. ആൻഡ് അത് അവർക്ക് അപ്പം അവർക്ക് ഭയങ്കര ഫാൻസ് ആവാനും പേടിയാണ്. ഒരു കപ്പിളുടെ അല്ലെങ്കിൽ ഒരു ആക്ടറുടെ ഭയങ്കര ആയിട്ട് ഫാൻ ഇതിലോട്ട് വരാൻ അവർക്ക് ഭയങ്കര പേടിയാണ്, മാറിയാലോ എന്ന് വിചാരിച്ചിട്ട്. അടുത്ത കമന്റ്, വിക്രമിന്റെ നെഞ്ചു വിരിച്ചുള്ള നിൽപ്പ് എന്താ ഒരു ഫീൽ. അയ്യോ ചിരി കണ്ടോ? വിക്രത്തിന്റെ ചിരി കാണണമെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂല് ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ ഇത്ര ക്യൂട്ട് ആയിട്ട് എന്താ നാണത്തോടു കൂടിയുള്ള ചിരിയാണെന്ന് നോക്കിയേ. ചിരിക്കാനും അയ്യോ പറ്റുപോയി. ശരി. വേതാളത്തിനെ തൊട്ടാൽ വിക്രമിന്റെ കയ്യിൽ നിന്ന് കിട്ടും മക്കളെ. ഓക്കെ, വേദ ഈ തെമ്മാടിക്കുള്ളതാ. വായിച്ചിരുന്നു. അതുവരെ എത്തിയോന്ന് അറിയില്ല. അല്ല, എന്നെ തൊട്ടാ ഇടിക്കും. അത് ഏത് സ്ത്രീനെ തൊട്ടാലും വിക്രം ഇടിക്കും. അല്ലാതെ വേദയോട് വേദയോട് അങ്ങനെയല്ല. ആരാള് ഇപ്പൊ രാധയെ തൊട്ടാലും ഇടിക്കും. രാധയെ തൊട്ടിട്ട് ഇടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സുരഭി പോവാന്ന് പറഞ്ഞ നേരത്തല്ലേ, അപ്പൊ ഒരു പോസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ, ഞങ്ങളുടെ വേദ ഇന്നും വിക്രമാദിത്യന്റെ വേതാളമായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വിക്രമാദിത്യം വേതാളം എന്നുള്ള സാധനം ആളുകൾക്ക് ഭയങ്കര ഉള്ളിലങ്ങ് പതിഞ്ഞിരിക്കും അല്ലേ. ഇനി ശിവാഞ്ജലിക്ക് ശേഷമുള്ള ഏഷ്യാനെറ്റിലെ അടിപൊളി കോംബോ, അതും കുറെ പേര് അങ്ങനെ പറയാറുണ്ട്. ഉണ്ട് അല്ലേ? സാന്ത്വനത്തിലല്ലേ അല്ലേ? ഓക്കെ. കാന്താരി എന്താണ്? കലിപ്പനും കാന്താരി ആണോ? കാന്താരി അങ്ങനെയാ പറയുന്നത്. ഓക്കെ. എക്സ്പ്രഷൻ ക്വീൻ വേദ ആണോ? കേട്ടിട്ടില്ലേ? ഉറപ്പായിട്ടും ഭയങ്കര എക്സ്പ്രഷൻസ് ആണ്. അല്ലെങ്കിൽ ഞാൻ എക്സ്പ്രഷൻ ആണ്. ഞാൻ ജനറലി സംസാരിക്കുമ്പോഴും കൈയും കാലും ഒക്കെ ഇങ്ങനെ അങ്ങനെ സംസാരിക്കാറുള്ളത്. സീരിയലിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ, മൊത്തത്തിൽ എക്സ്പ്രഷൻസ് ആണ്. പാവം പ്രണവ് ആലോചിച്ച് നോക്കിയേ. എന്റെ കാട്ടി എക്സ്പ്രഷൻ ആണ്. അതിനപ്പുറമാണ്. ഫുൾ കൈയും കാലും ഇട്ടിട്ടാണ്. ഞാൻ എപ്പോഴും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പണ്ട് പറയായിരുന്നു, എന്നെ പരിചയപ്പെട്ടൊന്ന് സെറ്റ് ആവുന്നവരെ എല്ലാവർക്കും ഒന്ന് ഈ കുട്ടി കുറച്ച് ഓവറല്ലേ ചിന്തിക്കാറുണ്ട് ആൾക്കാര്. പക്ഷെ പിന്നെ അവർക്ക് മനസ്സിലായി ഇതാണ് സ്വഭാവം. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്താലും അറിയാം. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോ ഞാൻ ഇപ്പൊ ശബ്ദം മാറ്റി സംസാരിച്ചാലും അവർക്കൊരു മാറ്റവും കാണില്ല. അവരിങ്ങനെ അവളെന്തോ വട്ട് ചെയ്യണു, ആ ഒരു ഇതാണ്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ കല്യാണം കഴിക്കുന്ന ആളൊക്കെ എന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ സഹിക്കും നോക്കിയപ്പോ എന്നെ കാട്ടി ഇതൊക്കെ എന്നെ കാട്ടി കടത്തി വെട്ടി ചെയ്യുന്ന ഒരാളാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞാനിപ്പോ അനുഭവിക്കുന്നു, ഞാൻ ചിലപ്പോ ഇത്രക്കൊക്കെ വേണോ? ഓക്കെ. സീരിയലിനകത്തുനിന്ന് പോയ ഒരാളുണ്ടല്ലോ, നമുക്ക് അവരെ കുറിച്ചും കൂടെ പറയണ്ടേ? പ്രഗ്നന്റ് ആയിട്ട് അലീനയുടെ കാര്യം ഞാൻ പറഞ്ഞ പേര് പറഞ്ഞായിരുന്നു. അലീന ഞാനും ഭയങ്കര കമ്പനിയാ, ഭയങ്കര അറ്റാച്ച്മെന്റ്. അപ്പൊ അലീനയുടെ വീട്ടില് ഞങ്ങൾ ഒരു ദിവസം പോയായിരുന്നു അല്ലെ. ഒരു വീഡിയോ നിങ്ങൾ ഇട്ടില്ലേ? പട്ടിക്കുട്ടി. അലീനക്ക് 2 പട്ടിയുണ്ട്. അപ്പൊ നമ്മള് കാണാൻ പോയിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ആക്ച്വലി ഭയങ്കര സങ്കടമായിരുന്നു. ബ്രേക്ക് എടുക്കാൻ മടിയായിരുന്നു ആൾക്ക്. ബദൻ അതെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ശരിക്കും വേദയുടെ വീട് ജഡ്ജിന്റെ വീട്ടിൽ ഷൂട്ട് ഉണ്ടാകുമ്പോ എനിക്ക് ഷൂട്ട് ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിലും വേദനെ കൊണ്ടാക്കുന്ന സീനോ കൊണ്ടുവരുന്ന സീനോ എന്തെങ്കിലും വഴക്കുണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് സീനാ. പക്ഷെ എനിക്ക് അന്നത്തെ ദിവസം ഷൂട്ട് ഉണ്ടാവില്ല. എനിക്ക് അന്ന് ബ്രേക്ക് ആയിരിക്കും. പക്ഷെ ഞാൻ രാവിലെ കുളിച്ച് അങ്ങോട്ട് പോകും. എന്നിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഇരുന്ന് അവരുടെ കൂടെ വർത്താനം പറ. അതുകൊണ്ട് ഭയങ്കര കമ്പനിയാണ്. ഇവിടുത്തെ വീട്ടിലെ പോലെ തന്നെ അവിടുത്തെ വീട്ടിലും കമ്പനിയാണ്. അവരായിട്ട് കോമ്പിനേഷൻ സീൻ ഇല്ലെങ്കിൽ പോലും കമ്പനിയാണ്.
അപ്പൊ ഞങ്ങൾ ആ സമയത്ത് വ്ളോഗ് ചെയ്യാറുണ്ട്. ഓ അപ്പൊ അങ്ങനെ അവരൊക്കെ വ്ളോഗ് ഒക്കെ വരാറുണ്ട്. ചെയ്യാറുണ്ട്. ചെറിയ ഓക്കേ. സാധനങ്ങളൊക്കെ. ഇനി അടുത്ത ഒരു സെഗ്മെന്റും കൂടെ. ഈ സെഗ്മെന്റിൽ പെട്ടെന്ന് ആൻസർ പറയണം. ചടപട ആകെ 2-3 ചോദ്യമേ ഉള്ളൂ. ഓക്കെ, ഓരോ ചോദ്യം ഓരോരുത്തരോട് മാറിയിട്ടാണ്. ആ സെന്റൻസിന്റെ ഫസ്റ്റ് ഞാനൊരു കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് നിർത്തും. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അതിനങ്ങ് ബാക്കി അങ്ങ് ഫില്ല് ചെയ്തിട്ട് അതിനങ്ങ് വൈൻഡ് ചെയ്യാം. ഓക്കെ, രണ്ടുപേരും പറയണോ? ആദ്യം അല്ല, ഈ ഓരോരുത്തർക്കും മാറിയിട്ടാ. ഫസ്റ്റ് സുരഭിയുടെ അടുത്ത് ചോദിക്കാം. ഡയറക്ടർ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. വഴക്ക് പറഞ്ഞപ്പോ ചിരിക്കായിരുന്നു ചെയ്തേ? എനിക്ക് അങ്ങനെ ഞാൻ കരയാറൊന്നുമില്ല. ഞാൻ വളരെ സ്ട്രോങ് അല്ലേ. ഓക്കെ, റൊമാൻറ്റിക് സീനുകൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. കൊച്ചു കള്ളൻ എന്റെ അടുത്ത് ഈ ഇടയ്ക്ക് വന്നു, ഇതില് എന്റെ ഫസ്റ്റ് കല്യാണം എനിക്ക് ഇല്ല, എന്റെ ഫസ്റ്റ് എല്ലാം ഫസ്റ്റ് കല്യാണം, ഫസ്റ്റ് ലവർ, ഫസ്റ്റ് എല്ലാം ഫസ്റ്റ് ആയിരുന്നു. എല്ലാത്തിനും ഒരു തുടക്കമാണ് ഇത് അല്ലേ? ഐശ്വര്യപൂർണ്ണമായ തുടക്കമായിരുന്നോ? അടിപൊളി. അടിയും കണ്ടോണ്ടിരിക്കാറുണ്ടോ നോക്കിയിട്ട്, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. സമയത്തിന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഞാൻ എനിക്ക് സങ്കടവും ദേഷ്യവും വരും. അപ്പൊ സങ്കടം വരുമോ? ദേഷ്യമല്ല, സങ്കടം. അല്ല, സുരഭിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ദേഷ്യം വരുമ്പോ സുരഭിയുടെ കണ്ണീന്ന് വെള്ളം വരും. ദേഷ്യം വരുമ്പോ കരയാ ചെയ്യാ. എങ്ങനെ പ്രഷർ കുക്കർ പോലെ എങ്ങനെ ദേഷ്യം വന്നിട്ട് പിന്നെ എന്ത് ചെയ്യണോന്ന് അറിയില്ല. പൊട്ടിത്തെറിക്കണോ കരയണോ, അപ്പൊ ഞാൻ കരയും. കരഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടും. അതുകൊണ്ട് പ്രശ്നം എന്താണ്, ഞാൻ ദേഷ്യപ്പെടുമ്പോ ആരും ആ ദേഷ്യം അറിയാറില്ല. ഈ കരച്ചിലേ അറിയുള്ളൂ. അപ്പൊ ഞാൻ പറയും കോൺസെൻട്രേറ്റ് ഞാൻ ദേഷ്യമാണ് പെടുന്നത്, പക്ഷെ ഞാൻ കണ്ണിന് വെള്ളം വരുന്നോന്നുള്ളൂ. ഞാൻ ആദ്യം കാണോട്ടെ ഇങ്ങനത്തെ ഒരാളെ. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അതെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാള് തന്നെ. അപ്പൊ അടുത്തത്, പ്രൊഡ്യൂസർ പേയ്മെന്റ് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത് നല്ല പേയ്മെന്റ് ആണോ? ബാർഗൈൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, ഒറ്റയടിക്ക് തന്നെ. ഓക്കെ, ഇത് ഇൻറ്റു 15 days ഡെയിലി പേയ്മെന്റ്. കൊള്ളാം, മാസം അല്ലേ? അങ്ങനെയായിരുന്നു. ഓക്കെ, എന്റെ കഥാപാത്രത്തിന് ഒരു ആക്സിഡന്റ് സംഭവിക്കാൻ പോകുന്നു എന്ന് കേട്ടാൽ അങ്ങനെ പ്രത്യേകിച്ച് സന്തോഷിക്കുന്ന പറയാം. കൊറേ ദിവസം കിടന്ന് അഭിനയിക്കാലോ. എനിക്ക് കൊറേ നേരം നിന്ന് അഭിനയിക്കുമ്പോ എന്റെ കാലൊക്കെ നമ്മളെല്ലാ സീനിലും ഞാൻ വിക്രത്തിന്റെ മുറി ഇങ്ങനെ ബെഡ് ഇരിക്കും. ഞാൻ ഫുൾ ഡയലോഗ് നിന്നോണ്ട് പറയണം, വിക്രം ബെഡ് ഇരുന്നു. ഞാൻ പറയും വല്ലപ്പോഴും എനിക്ക് എന്നെ ഇരിക്കാൻ സമ്മതിക്കും. ഇന്നലെ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇരിക്കട്ടെ, നീ അവിടെ നിന്നാ മതി. സത്യം, ഞാൻ ഇന്നലെ ചോദിച്ചു, ചേട്ടാ ഞാൻ അപ്പുറത്തിരുന്ന് സംസാരിച്ചോട്ടെ. ഇല്ല നീ നിന്ന് സംസാരിച്ച. ആള് ഫുൾ ടൈം ഇരുന്ന്. അതുകൊണ്ട് എന്താണ് ടേക്കിന് ഒന്നും വേണ്ടല്ലോ, ഫുൾ ടൈം ഇരുന്നാ പോലെ. ഞാനാണെങ്കിൽ ടേക്കിന് പോയിരിക്കും. അപ്പോഴത്തേക്ക് അവര് പറയും ആ ഓക്കെ റെഡി, പോയിട്ട് പിന്നെ നിൽക്കും. കഷ്ട. ഓക്കെ, ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞാൽ എനിക്ക് സന്തോഷം. അത്രക്ക് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടം. ഒരെണ്ണം കൊടുക്കാനാണോ ഒരെണ്ണം വാങ്ങാനാണോ? എനിക്ക് ഭയങ്കര ഒരു ത്രില്ലാണ് ആ സാധനം ചെയ്യാൻ. ആഗ്രഹം എന്നൊക്കെ പറയില്ല, അങ്ങനെ സാധനം. ഓക്കെ, ഈ ഇന്റർവ്യൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇനി അടുത്ത ഫൈറ്റ് വരുന്നുണ്ടോ? അതായത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം എനിക്ക്. ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര. ഓക്കെ, അടുത്തത്, ഈ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത് എന്താണ്? തോന്നിയത് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് പയ്യനൂര് വേണം. അപ്പം 2 മണിക്കൂർ ഞാൻ ഈ 2 മണിക്കൂറത്തേക്ക് വേണ്ടിയാണ് കൊച്ചി വരെ വന്നത്. ഇതിനു വേണ്ടി മാത്രം. കണ്ടോ, അതിനു വേണ്ടിട്ടല്ലേ നമ്മൾ ഇത്രയൊക്കെ സെറ്റ് ചെയ്ത്. ഞങ്ങളുടെ ഞാൻ എൻജോയ് ചെയ്തു. നമ്മുടെ മൈൽസ്റ്റോൺ വ്യൂവേഴ്സിന്റെ വിഷുവിന്റെ അന്നും, വിഷുവിന്റെ തലേ ദിവസം, വിഷുവിന്റെ പിറ്റേ ദിവസം ഫുൾ നിങ്ങളാണ് അവരുടെ കൂടെ. അപ്പൊ ഫസ്റ്റ് ഇന്റർവ്യൂ നിങ്ങൾ ഒരുമിച്ച് കണ്ടോ, എന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് മൈൽസ്റ്റോൺ ആണ്. മൈൽസ്റ്റോൺ ആണ് നമ്മളുടെ ഫാൻസിന് ഏറ്റവും വലിയൊരു വിഷു സമ്മാനം, ഒരു ഗിഫ്റ്റ് പറയാറുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് വിഷുവിന് നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചപ്പോ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങളുടെ ഇങ്ങനെ ഇന്റർവ്യൂ വിഷു സ്പെഷ്യൽ വരുന്നുണ്ടെന്ന്. അപ്പൊ എല്ലാരും ഭയങ്കര വെയിറ്റിംഗ് ആ ശരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല സ്പെഷ്യൽ എപ്പിസോഡ് സീരിയലിലൂടെ ഇങ്ങനെയും കൊടുക്കാം പ്രേക്ഷകർക്ക് എല്ലാവർക്കും. ഓക്കെ, ഇനി ശ്രീകാന്തിനോടുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ആദ്യത്തെ പറഞ്ഞിരുന്ന ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ ദേഷ്യം വന്നോ? അതിനുള്ള കാരണക്കാരെന്നറിയോ? അവള് കറങ്ങാൻ പോയില്ലേ?
വേതാളമാണ്, വേതാളം കാരണമാണ്. വേതാളം ഇങ്ങനെ ഡേറ്റ് ചെയ്തിരുന്നില്ല. അപ്പൂസ് ഇങ്ങനെ കിടന്ന് സുമാറാ ഞാനാ അങ്ങനെ മാറ്റില്ലേ ശ്രീകാന്ത്, പറഞ്ഞിരുന്നില്ല സ്റ്റിക്ക് ഓൺ ചെയ്ത് ദേഷ്യം വന്നു. അത് അല്ല, അത് സുരഭിയോട് ദേഷ്യം വന്നൊന്നല്ല, ആ ഡേറ്റ് മാറിയപ്പോ ഒരു ഇറിറ്റേഷൻ വരുമല്ലോ, അത് വന്നു. അപ്പൊ അതിന് കാരണം എന്താന്ന് മനസ്സിലായല്ലോ. ആണോ? സുരഭിയാണ് കാരണം. ഇരിക്കട്ടെ. അടുത്താണ് ഞാൻ ദേഷ്യം വന്നാൽ ഞാനും അടക്കി ഈ ഒരു ദിവസം ഓർത്ത്. ഓക്കെ ശരി. അന്ന് 1 ലക്ഷം രൂപ കളഞ്ഞില്ലേ? സെറ്റായില്ലേ? നമ്മളൊരു ഗെയിം ഷോന് പോയിട്ട് ഇങ്ങോട്ടും അപ്പൊ ടാലിയായി. ഓക്കെ. അപ്പൊ ഇപ്പൊ പ്രൊഡ്യൂസർ അടുത്തൊരു ടാസ്ക് ശ്രീകാന്തിന് തരുന്നുണ്ട്. എന്താണെന്നറിയോ? എന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ. ഡേറ്റ് മാറ്റിയില്ലേ ഇപ്പൊ, ആ ഡേറ്റ് മാറ്റിയത് എന്തിനാണ് എന്ന് ചോദിച്ചോണ്ട് എന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ. ഈശ്വരൻ, ശ്രീകാന്തിന് ഫുൾ അഭിനയത്തിന്റെ ടാസ്ക്സ് ആണല്ലോ. അതിപ്പോ ദേഷ്യപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നും വേണ്ടല്ലോ. ദേഷ്യപ്പെട്ടു ഇങ്ങനെ പേടിപ്പിക്കുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോകും. നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വാക്കിനൊരു വില വേണം, മനസ്സിലായല്ലോ? അതെന്താ ശ്രീകാന്ത്? അതെന്താ ശ്രീകാന്തെന്നോ? ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാണല്ലോ നിങ്ങൾക്ക് വേണ്ടിട്ട് 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യാമെന്ന്, അല്ലേ? ഞങ്ങൾ ഓക്കെ പറഞ്ഞതല്ലേ? അല്ല, ഓക്കെ പറഞ്ഞാ പോരല്ലോ. പിന്നെ ഓക്കെ പറഞ്ഞിട്ട് എന്തായി? 2 ദിവസം കഴിഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വേറൊരു ഷൂട്ടിന്റെ കാര്യമില്ല. ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഡേറ്റ് മാറ്റിയപ്പോ നമുക്ക് ആ അന്നത്തെ ഡേറ്റിന് ഒരു അപ്പൊ ഞങ്ങളുടെ സമയത്തിന് വിലയില്ലേ ശരിക്കും? അയ്യോ, നിങ്ങളുടെ സമയം മാനിക്കുന്നുണ്ട് നമ്മൾ. അതുകൊണ്ടൊന്നും അല്ല, നമ്മൾ ഓൾറെഡി നേരത്തെ കമ്മിറ്റ് ചെയ്ത് പോയ അവര്. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നു. നമുക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണം. അപ്പൊ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ടൈമിന് വാല്യൂ ഉണ്ട്. എനിക്ക് ആ 2 ദിവസം പല കാര്യങ്ങളും ചെയ്യാണ്ടാവും. അത് ശരിയല്ലോ, ഒരിക്കലും അത് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടല്ല ഇപ്പൊ നമ്മൾ ഒരു ദിവസം വേറെ പല ഷൂട്ടും ചിലപ്പോൾ ടെക്നിക്കൽ, നിങ്ങൾക്കൊക്കെ ഈ ഫീൽഡിലുള്ളവരല്ലേ, നിങ്ങൾക്ക് അറിയാലോ. ഞങ്ങളുടെ ആ തലേദിവസം അന്ന് പ്ലാൻ ചെയ്ത ഷൂട്ട് ടെക്നിക്കൽ ഇഷ്യൂസ് വന്ന് അത് കുറച്ചും കൂടെ തള്ളി പോണ്ടി വന്നു ഒരു ദിവസവും കൂടെ. അന്ന് അങ്ങനെ ഇഷ്യൂ കാരണം അത് നമ്മൾ മാറ്റേണ്ടി വന്നു. തലേദിവസമല്ലേ അത് പറഞ്ഞ എന്റെ അടുത്ത്? അതെ, അത് ലാസ്റ്റ് മിനിറ്റ് ആണ് ആ ഷൂട്ട് അങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ വന്ന് മാറി. എനിക്ക് എന്തൊക്കെ അതിന് നിങ്ങൾക്ക് ഒരു വാല്യൂ തരുന്നില്ല നിങ്ങള്? അപ്പൊ നിങ്ങളെ എന്ത് റിസ്ക് എടുത്തിട്ടോ നടക്കുമായിരുന്നു? നിങ്ങൾ എന്ത് റിസ്ക് എടുത്തോ? ഒരു ആങ്കറെ കിട്ടാത്ത അവസ്ഥയൊന്നും ഇല്ലല്ലോ കേരളത്തില്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് ചെയ്യണമായിരുന്നു, അല്ലേ? അല്ല, മതി 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 മതി. ശ്രീകാന്തിന്റെ ഫുൾ ദേഷ്യപ്പെടുത്തി വന്നോണ്ടേയിരിക്കണേ. എത്ര ഇൻസ്റ്റന്റ് ആയിട്ടാണ് ശ്രീകാന്ത്. ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നപ്പോഴത്തേക്ക് അവിടെ അഭിനയം തുടങ്ങി. ഞാനൊക്കെ ആണെങ്കിൽ 5 വർക്കിംഗ് ഡേയ്സ് ആലോചിച്ച് എന്ത് പറയണോ, ഒരു സ്ക്രിപ്റ്റ് കാലം ഇതൊന്നുമില്ല. അതാണ് ഒരു ഡ്രാമ തിയേറ്റർ ആർട്ടിസ്റ്റിന്റെ ഗുണാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലാം വരും. സൂപ്പർ. ഓക്കെ, ലാസ്റ്റ് സെഗ്മെന്റ്. ശ്രീകാന്ത് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാനിപ്പോ ഓരോരോ സ്റ്റൈലിൽ ഓരോ ഡയലോഗ് പറയും. അപ്പൊ അതിനുവേണ്ടി മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ വേദയുടെ അടുത്ത് അത് പറയണം. ഓക്കെ, അഭിനയിച്ച് കാണിക്കണം. ശ്രമിക്കാം. ഓക്കെ, വേദയും വിക്രമാണ്, ശ്രീകാന്തും സുരഭിയും അല്ല. ഓക്കെ, പ്രപ്പോസ് ചെയ്യണം. ഞാൻ ഈ പറയുന്ന സെന്റൻസ് നോക്കിയിട്ട് വേദയുടെ അടുത്ത് വിക്രം പ്രപ്പോസ് ചെയ്യണം. ഓക്കെ, പവിത്രത്തിലെ വിക്രമിന്റെ സ്റ്റൈലില് ഒന്ന് പ്രപ്പോസ് ചെയ്തേ. വേതാളം, എന്താ പതിവില്ലാതൊരു സന്തോഷം? അമ്മ ഉറങ്ങിയോ? ഏതമ്മ? എൻ്റെ അമ്മ, കമലാമ്മ. ഈയിടെയായിട്ട് എനിക്ക് നിന്നോട് കുറെ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നീ അങ്ങനെ ഊന്നൊന്നും പറയണ്ട. അതുകൊണ്ട് ഞാനത് നിന്നെ പ്രണയിച്ചാലോ എന്നൊന്ന് ആലോചിക്കുന്നു. അങ്ങനെ സ്വന്തമായിട്ട് ആലോചിച്ചാൽ മതിയാവും. അതെന്താ സ്വന്തമായിട്ട് ആലോചിക്കാൻ പാടില്ലേ? അല്ല, ആലോചിച്ചോളൂ. അതിന് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കണ്ടേ? അതെനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ പറ. ഇല്ല. അല്ല, അങ്ങനെ പറയാൻ എനിക്കിപ്പോ പ്രേമിക്കാൻ തോന്നുന്നു. നീ പ്രേമിച്ചേ പറ്റൂ.